ബ്ലൗസിനുള്ളിൽ റോക്കി ഇട്ടതൊക്കെ ഈ കളക്ഷനിൽ വരുന്നതാണ്. ഈ കളക്ഷൻ തന്നെ. ഓക്കെ, നമ്മളെപ്പോഴും റോക്കിയുടെ കയ്യിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നല്ലോണം ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന പയ്യൻ. ടച്ച് ഓഫ് ഇങ്ക് ടാറ്റു സ്റ്റുഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ടാറ്റു അടിക്കാൻ വേണ്ടി വന്നതല്ല, ഒരാളെ കാണാൻ വേണ്ടിയാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ആൾ ഇവിടെ ഇല്ല. പക്ഷേ ആ ആളിനെ അറിയാവുന്ന ഒരുപാട് പേര് ഇവിടെയുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥിയായിരുന്ന റോക്കിയെക്കുറിച്ചാണ്. റോക്കിയുടെ സ്റ്റാറ്റു സ്റ്റുഡിയോ ആണിത്. അപ്പം റോക്കിയെക്കുറിച്ച് പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെല്ലാം കാണും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോയി അവരുടെ അടുത്ത് നിന്നും എന്താണ്, ആരാണ് യഥാർത്ഥ ജീവിതത്തിൽ റോക്കി എന്ന് നമുക്കറിയാം. കാരണം ബിഗ് ബോസ് മലയാളം സീസൺ 6 നിന്ന് നമുക്ക് മനസ്സിലായ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള റോക്കി പെട്ടെന്ന് ചൂടാകുന്ന, അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ടുള്ള, വളരെ നല്ലൊരു ഗെയിമറും ഒക്കെ ആയിട്ടുള്ള റോക്കിയാണ്. അപ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയാണ് റോക്കി എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, റോക്കിയുടെ അധികം ഇൻ്റർവ്യൂസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റോക്കിയെക്കുറിച്ച് നമുക്ക് വലിയ പിടുത്തമില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഒരു ടാറ്റു സ്റ്റുഡിയോ കണ്ടുപിടിച്ച് ഇവിടെ എത്തിയത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആളിനെ കാണാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ഉള്ളവരോട് റോക്കിയെ പറ്റി കൂടുതലായിട്ടൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, വാ. ഓക്കെ, അപ്പോൾ നമ്മൾ റോക്കിയുടെ ടച്ച് ഓഫ് ഇങ്കിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ കൂടെ വിജയ് ഉണ്ട്. അപ്പം വിജയാണ് നമുക്ക് ഇവിടെ മൊത്തം ഈ ഒരു സ്റ്റുഡിയോ മൊത്തം കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റ് നമ്മുടെ സ്റ്റേഷനിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റേഷൻസ് ഉണ്ട് ഇവിടെ? നമുക്ക് മൊത്തം 3 സ്റ്റേഷനാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ. ഇതാണ്. അവിടെ ഇപ്പൊ കുറച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഫൈൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ. 2 വർക്ക് നടക്കുന്നുണ്ട്. ഒന്ന് കവറപ്പ് ആണത്. ഒരു കവറപ്പ് ടാറ്റു ആണ്. ഒരു പഴയ ടാറ്റു അവര് അത് അവർക്ക് പഴയ കവർ ചെയ്യുന്ന ഒരു ടാറ്റു ആണ് അത്. ഇതിനി ഇപ്പം കവർ ചെയ്തെടുക്കാനും വേണ്ടി എത്ര സമയം എടുക്കും? ഇതൊരു കുറഞ്ഞൊരു 6 അവർ. 6 hours ഒക്കെ എടുക്കും. പിന്നെ ടാറ്റു അത്രയും നമ്മള് പെയിൻ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്തിരിക്കണം. പിന്നെ ജസ്റ്റ് ബ്രേക്ക് അതെല്ലാം കൂടി കൂട്ടി ഒരു 6 അവർ. ചേട്ടാ എങ്ങനെയുണ്ട്? വേനയുണ്ടോ? ചെറുതായിട്ട്. ഓക്കെ, എങ്ങനെയുണ്ട് സർവീസ് ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പൊ ഇതെന്താ സംഭവം? ഇത് നമ്മുടെ പഴയൊരു ടാറ്റു ആണ്. അത് ചേട്ടൻ ബാലൻസ് കുറച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി വന്നു. ഓക്കെ, മുന്നേ ഇവിടെ തന്നെയാണോ ചേട്ടാ ചെയ്തേ? நீங்க முன்னாடி வெளியில பண்ணது. ஓகே, இது ஃபீல் பண்றது இங்க வந்த. ஓகே, எப்படி இருக்கு இங்க சர்வீஸ் எல்லாம்? ஓகே, அதனால செகண்ட் டைம் வந்திருக்கு. ആമല്ലേ? ഇതൊരു നേരത്തെ ചെയ്ത ടാറ്റു വേറെ സ്റ്റുഡിയോന്ന് ചെയ്തായിരുന്നു. അപ്പൊ നമുക്ക് അതിൽ ആഡ് ഓൺ ചേട്ടന് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ഈ പാറ്റേൺ എല്ലാം നമ്മൾ ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ചേട്ടൻ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇത്രയും പോർഷൻ ബാലൻസ് വന്നായിരുന്നു. അപ്പൊ അത് ഇന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം ആദ്യം ഇപ്പം ഇന്ന ദിവസം വന്നു, നമുക്ക് സമയം ഉണ്ടായി, എന്നിട്ട് നമുക്ക് കുറച്ച് ബാലൻസ് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോവേണ്ടൊക്കെ വരികയാണെങ്കിൽ പിന്നീട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ ഇത്രയും ഓൾറെഡി ജസ്റ്റ് ഔട്ട്ലൈൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഔട്ട്ലൈൻ ഇട്ട് നമുക്കൊരു നാളെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാളെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 45 days കഴിയണം ചെയ്യാൻ. ഇല്ലെങ്കിൽ സ്കിന്ന് ഡാമേജിങ് വരും. നമുക്ക് ഡ്രൈ ആയിട്ട് ഇങ്ങനെ തുടങ്ങി വരും. പീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ പിന്നെ നമ്മൾ നീഡിൽ വെച്ച് നമ്മൾ അവിടെ ഒരു സ്ക്രാച്ച് വരുത്തിയാൽ അത്രയും ഭാഗത്ത് സ്കിൻ നമുക്ക് ഡാമേജിങ് വരും. ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് വരും. ഫസ്റ്റ് സ്റ്റുഡിയോയിൽ ഫസ്റ്റ് സ്റ്റേഷൻ. ഓക്കേ, സോറി. ഫസ്റ്റ് സ്റ്റേഷനിൽ ഇതൊക്കെയാണുള്ളത്. വേറെ ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കാണിക്കാനായിട്ടുണ്ടോ? വേറെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇവിടെ കുറേ സാധനങ്ങൾ. ഇവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ ഒരു ഷെൽഫിലാണെങ്കിലും ഇവിടെ നിറച്ച് ജ്വല്ലറീസ് ആണ് ഉള്ളത്. റോക്കി കളക്ഷൻ. അതെ, ഇതൊക്കെ റോക്കി കളക്ഷൻസാ? ഓക്കെ, എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയാ റേഞ്ച് വരിക? റേഞ്ച് ഇത് 2000 വരും. ആ ഡയമണ്ട് പോലത്തെ ചെയിൻ ഇല്ലേ? വലിയ ചെയിൻ. ഓക്കെ,
എത്ര വരുന്നത്? 2000 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, അത് എന്താ സംഭവം, എന്താണ്, എന്ത് മെറ്റൽ അത്? ഇതെല്ലാം ടൈറ്റാനിയം മെറ്റൽ, നമുക്ക് കളർ ഫെയ്ഡ് ആകത്തില്ല, കളർ പോവില്ല. ഓക്കെ, അപ്പം ഈ ഗോൾഡൻ ടൈപ്പ് ഒക്കെയോ? എല്ലാം ടൈറ്റാനിയം മെറ്റല് ടൈറ്റാനിയം ആ ഒരു മെറ്റലാണ്. ഓക്കെ, ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റോക്കി ഇട്ടതൊക്കെ ഈ കളക്ഷനിൽ വരുന്നതാണ്. ഈ കളക്ഷൻ തന്നെ. ഓക്കെ, നമ്മളെപ്പോഴും റോക്കിയുടെ കയ്യിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കാറുണ്ട്, കാരണം നല്ലോണം ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്ന പയ്യൻ എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷെ ഇതൊക്കെ ടൈറ്റാനിയം മെറ്റൽ ആണല്ലേ? ഇവിടുത്തെ തന്നെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് ഇതൊക്കെ. റോക്കിയുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അദ്ദേഹം ധരിച്ചിട്ടുള്ള ഈ മാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് പറ്റും അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റേഷൻ. ഇതാണ് സെക്കൻഡ് സ്റ്റേഷൻ. ഇവിടെ ഒരു വർക്ക് നടക്കാൻ പോകുമ്പോൾ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. വർക്ക് നടക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതിലേക്ക് ക്ലൈന്റ് ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ക്ലൈന്റ് ഡിലേ കാര്യങ്ങൾ അതെല്ലാം ഓൾറെഡി അവർ വെയിറ്റിങ്ങിലായിരിക്കും ഔട്ട് സൈഡ്. പിന്നെ നമ്മൾ അകത്ത് കയറ്റി കഴിഞ്ഞ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക വെച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, നമ്മളിപ്പം ഒരു ടാറ്റു ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര, ഇപ്പോഴത്തെ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആഗ്രഹമാണ്, ഒരു ടാറ്റു എങ്കിലും വേണം എന്നൊക്കെ എല്ലാവർക്കും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും. അങ്ങനെയായിരിക്കും എല്ലാവരും വന്നിട്ട്. പക്ഷേ എങ്കിൽ എപ്പോഴും നമ്മുടെ ഇത് ടാറ്റു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് പെർമനന്റ് ആണ്, പിന്നെ ഒരുപാട് സുരക്ഷയുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹൈജീൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടാറ്റു സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു ടാറ്റു ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്? അവരുടെ പോർട്ട്ഫോളിയോ വർക്ക് ശ്രദ്ധിക്കണം മെയിൻ. പിന്നെ അവർ ചെയ്യുന്ന ഹൈജീൻ കാര്യങ്ങൾ, അവർ നമ്മളിപ്പോൾ ടാറ്റു ഇപ്പോൾ ഒരാൾക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നീഡിലിൻ്റെ എക്സ്പയറി ഡേറ്റ് ഫസ്റ്റ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യിക്കണം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയ സ്റ്റുഡിയോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം പറഞ്ഞ് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അവർ ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ആർട്ടിസ്റ്റ് നമ്മൾ തന്നെ അത് അവരെ കാണിച്ചു കൊടുക്കണം. നമ്മളിവിടെ എല്ലാം പ്യുവറായിട്ട് എല്ലാ സാനിറ്റൈസിങ്ങും കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വർക്ക് തുടങ്ങുന്ന മുമ്പേ നീഡിലിൻ്റെ എല്ലാത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണിക്കും, ഏത് ഇങ്കാണ് യൂസ് ചെയ്യുന്നത് കാണിക്കും. ഇപ്പോൾ ചെറിയൊരു റൈസ്, നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുന്ന റൈസിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ അല്ലെന്ന് വരെ നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ്ട് ഇവിടെ നമ്മുടെ റോക്കിയും അനുവും ഉണ്ട് അല്ലേ? ഓക്കെ, ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതലായിട്ട് നമ്മളെക്കാട്ടിലും അടുത്തറിയാലോ, എങ്ങനെയുണ്ട്? പിന്നെ അവർ രണ്ടുപേരും നല്ല നമുക്കൊരു ഫ്രണ്ട്ലിയാണ്, നമ്മളൊരു ഫാമിലി പോലെ ഇവിടെ നമ്മൾ കൊണ്ടുപോകുന്നത് അവര്. പിന്നെ അനു വരാറുണ്ടോ ഇവിടേക്കൊക്കെ? മാം മിനിഞ്ഞാന്ന് ഇപ്പൊ ഒരു ഷൂട്ടിങ്ങിന് പോയിരിക്കും USA. പിന്നെ ഒരു മാസം കഴിഞ്ഞേ വരത്തുള്ളൂ. മാമും നല്ലൊരു കമ്പനിയാണ്, രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോ പക്കായവിടെ. പിന്നെ ഈ അനുവിന്റെ കയ്യിലുള്ള ഈ ഒരു ടാറ്റു ഉണ്ടല്ലോ, അത് ഇവിടെയാണോ ചെയ്തത്? അതിവിടെ ചെയ്ത. ഇതൊരു സ്റ്റേഷൻ, ഇത് ടാറ്റു തന്നെ. ഇവിടെയാണ് നമ്മൾ പിയേഴ്സിങ്, ലിപ്പും ഐബ്രോ എല്ലാം ചെയ്യുന്നത്. ലിപ്പിലൊക്കെ എന്താണ് ചെയ്യുന്നത്? അധികം ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ നമുക്ക് ലിപ്പിൽ കളർ ചെയ്യും, ലിപ് ടാറ്റു എന്ന് പറയും. അതാണ് ചെയ്യുന്നത്. പെർമനന്റ് ആയിട്ട് ഓരോ കളർ. അത് പക്ഷെ ഒരു 3-4 സിറ്റിങ് വേണ്ടി വരും. കാരണം ഈ ഒരു ഏരിയ നമുക്ക് ഫുഡും കാര്യങ്ങളും, നമ്മൾ ഹീറ്റ് ഫുഡ് അതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ചിലർക്ക് അത് എന്തായാലും ചിലർക്കല്ല എല്ലാവർക്കും ഫുഡ് കഴിക്കുമ്പോഴുള്ള ആ ഒരു ഫസ്റ്റ് സിറ്റിങ് എന്തായാലും ചെറിയൊരു ഡള്ള് വരും. പിന്നെ സെക്കൻഡ് സിറ്റിംഗ് മുതൽ അത് ഓക്കെ. എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മളൊരു തേർഡ് സിറ്റിംഗ് വരെയെങ്കിലും നമ്മൾ കുറഞ്ഞ് ചെയ്യണം. നമുക്ക് ഇങ്കും കാര്യങ്ങളൊക്കെ വേറെതാണ്. കസ്റ്റമറിന്റെ പിന്നെ നമ്മൾ ഒരു കസ്റ്റമറിന്റെ ലിപ്പ് നോക്കിയിട്ട് നമ്മൾ അവർക്ക് പറയാം. അവര് പറയുന്ന കളർ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ഓപ്ഷൻ വെച്ച് കൊടുക്കും. അങ്ങനെ ചെയ്തോളൂ. ഇപ്പൊ അവര് പറയുന്ന കളർ ചെയ്ത് ചിലപ്പോൾ അവരുടെ സ്കിന്നിന് ആപ്റ്റ് ആവണമെന്ന് വരത്തില്ല അവരുടെ ലിപ്പിൽ. നമ്മൾ പറഞ്ഞ് അവരെ ഓക്കെ ആക്കി കൺസെന്റ് എല്ലാം ഫില്ല് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മുടെ റോക്കിനെ പറ്റിയിട്ട് നമുക്ക് ബിഗ് ബോസിനുള്ള റോക്കിയെ അറിയത്തുള്ളൂ, പുറത്തുള്ള റോക്കിനെ ഒരു പിടുത്തല്ല. കാരണം ഇവൻ ഒരു ഇന്റർവ്യൂ പോലും, ഒരു സിംഗിൾ ഒരു ഇന്റർവ്യൂ പോലും പുള്ളിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പുള്ളിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽസും വേറെ ഒരു കാര്യം അറിയത്തില്ല. അപ്പൊ നിങ്ങൾക്കാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാം. ബിഗ് ബോസിനുള്ളിലുള്ള റോക്കിക്കും പുറത്തുള്ള റോക്കിക്കും തമ്മിലുള്ള എന്താണ് ആ ഒരു വ്യത്യാസം? വ്യത്യാസം എന്ന് പറയാൻ അത് ആ ഒരു സിറ്റുവേഷനിലുള്ളേ ഉള്ളൂ. പക്ഷെ ആള് എല്ലാം ഓപ്പൺ മൈൻഡാ. കാര്യം ഇപ്പൊ നമ്മുടെ അടുത്താണേലും പറയേണ്ടതെങ്കിൽ അപ്പൊ സ്പോട്ടിൽ പറയും. അതിനൊരു മാറ്റമില്ല. ആൾ അങ്ങനത്തെ ആളാണ്. എന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ടൊക്കെ എന്ത് കാര്യം വേണമെങ്കിലും ധൈര്യത്തോടെ പറയാം. പക്ഷെ ഉള്ളിടത്ത് എങ്ങനെ നമ്മൾ നിൽക്കുന്നു അതേപോലെ നമുക്ക് തിരിച്ചു നിൽക്കും. ഇപ്പൊ നമ്മള് അത്രയും കട്ടക്ക് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഇപ്പൊ അതേപോലെ തന്നെ എന്ത് സഹായത്തിന് വേണ്ടി നിൽക്കും. പക്ഷെ നമ്മളെ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അപ്പൊ തന്നെ പുള്ളി
സ്പോട്ടിൽ പറഞ്ഞു തരും. സ്പോട്ടിൽ പറഞ്ഞ് നമ്മളത് തിരിച്ചിട്ടേ വിടത്തുള്ളൂ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളാണ് രണ്ടുപേരും. അനുമാമ അത് തന്നെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ നൈറ്റ് ആണെങ്കിലും ഫോൺ വിളിച്ച്, എത്ര നൈറ്റ് ആണെങ്കിലും രണ്ടുപേരും ഫോൺ വിളിച്ചാണെങ്കിലും എടാ തെറ്റാണ് അങ്ങനെ പറഞ്ഞിട്ടേ ഒരു നമുക്ക് വിടത്തുള്ളൂ. ഈ സ്ഥാപനം ഇവർ രണ്ടുപേരും പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്നതാണോ? അതോ ഓക്കെ. അപ്പൊ നമ്മള് ബിഗ് ബോസ് ഈ സിജോയായിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എങ്കിൽ ബിഗ് ബോസ് വിന്നർ ആയിട്ട് റോക്കി മാറുമെന്ന് കരുതുന്നുണ്ട്. കാരണം ഒരുപാട് പിന്നെ അത് തീർച്ചയായും എന്റെ വിശ്വാസം അതാണ്, എന്തായാലും ഉണ്ടായിരുന്നു. കാരണം അങ്ങനെ കളിച്ച ആളാണ് അത് അസീർ റോക്കി. അങ്ങനെ കളിച്ച് ഗെയിമർ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ആ റിയാക്ഷൻ കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനെ ആയിപ്പോയി. അത്രേ ഉള്ളൂ. അങ്ങനെ ഒന്നും വേണ്ടിയിരുന്നില്ല അല്ലേ? സിറ്റുവേഷൻ ഇപ്പൊ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഫൈൻ. പിന്നീട് എപ്പോഴെങ്കിലും മറ്റേ നമ്മുടെ സിജോ അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിലിരുന്ന് മാപ്പൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം സിജോന്റെ ഫാമിലിനെ കാണുകയൊക്കെ ചെയ്തായിരുന്നോ റോക്കി? അത് വല്ലതും അറിയാമോ അതിനെപ്പറ്റി വല്ലതും? ഇല്ല, അതിനെപ്പറ്റി പിന്നെ നമ്മള് ബിഗ് ബോസിനായിട്ടുള്ള ഒരു ടച്ച് വിട്ട്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റയിലോ അതിലൊക്കെ കാണത്തുള്ളൂ, അല്ലാതെ പിന്നെ അങ്ങനെയല്ല. ഇവിടെ ബാക്കിയുള്ളവരെല്ലാം കാണും, ഞാൻ പിന്നെ വല്ലപ്പോഴും ഇൻസ്റ്റയിൽ കയറിയുള്ള റീൽസ് അങ്ങനെയൊക്കെ കാണുന്നല്ല. എനിക്ക് ഋഷീനെ ഇഷ്ടം. ഇഷ്ടമില്ലാത്തത് വെച്ചാൽ അങ്ങനെ പറയുന്നില്ല, എനിക്ക് എല്ലാരും ഇഷ്ടമാണ്, പക്ഷെ കൂടുതലും ഋഷീനാണ് ഇഷ്ടം. ജാസ്മിൻ ഗബ്രി ആ കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? കോംബോ നമ്മള് എല്ലാരും കാണുന്നതല്ലേ, അത് തന്നെ എല്ലാ മലയാളികൾക്കുള്ള പോലെ തന്നെ. റോക്കി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവര് തമ്മിലുള്ള റൊമാൻസിനെ പറ്റിട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്? അവിടുത്തെ ഇതൊക്കെ അപ്പൊ തന്നെ നമ്മുടെ അതിനെ പറ്റിയൊന്നും അധികം ചർച്ചയൊന്നും ഇല്ലായിരുന്നു. നമ്മള് പിന്നെ കൂടുതൽ അങ്ങോട്ട് അതിനെ പറ്റി ഇക്കയുടെ മനസ്സിന് ഒരു ഇത് വരണ്ടെന്ന് പറഞ്ഞ് ചോദിച്ചില്ല. വന്നതിന് ശേഷം ഭയങ്കര ഇമോഷണൽ ആയിരുന്നു ആള്. ഇല്ല, ആള് നമ്മുടെ അടുത്ത് അങ്ങനെ ഒന്നും കാണിക്കത്തില്ല. നമ്മുടെ അടുത്ത് സ്റ്റുഡിയോയിൽ എങ്ങനെയാ അതേപോലെ തന്നെ അവിടുത്തെ ഇതെല്ലാം അവിടെ തന്നെ വെച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നു. ഇവിടെ നമ്മുടെ ഇക്ക, നമ്മുടെ ഇക്ക എന്നാ വിളിക്കുന്ന, ഇക്ക നമ്മുടെ ഇക്ക തന്നെ. സ്റ്റേഷൻ കഴിഞ്ഞ് നമുക്ക് മോളില് ക്ലാസ്, പിന്നെ ഇവിടെ നമുക്കൊരു കൺസൾട്ടിങ് റൂം, എഡിറ്റിംഗ് റൂമും. നമ്മള് ബേസിക് ഡ്രോയിങ് ക്ലാസ്. നമ്മള് ഫസ്റ്റ് പെൻസിലിന് നോട്ട്ബുക്കിൽ വരപ്പിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ പിക്ചർ കൊടുക്കും, ലൈൻ വർക്ക്, ഷെയ്ഡ്, കളറ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ പാഡ് ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്കിൻ പാഡ് ഉണ്ട്. അതിൽ നമ്മൾ മിഷൻ വെച്ചാണ് നമ്മൾ അവർ ഫസ്റ്റ് ലൈൻ ഇടിപ്പിക്കും. പിന്നെ അതിലും ഉണ്ട് കളറ്, ഷെയ്ഡ് വർക്ക്, കളർ വർക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം കൊടുക്കത്തുള്ളൂ. നമ്മൾ വർക്ക് നോക്കി അവർക്ക് അവർ എക്സാം ചെയ്യാൻ പറ്റുമെന്ന് അവർക്കും കൂടി ഒരു കോൺഫിഡൻസ് വരുമ്പോൾ നമ്മൾ എക്സാം ഡേറ്റ് കൊടുക്കും അവർക്ക്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു ടാറ്റു ആർട്ടിസ്റ്റിനെ നമ്മൾ വാർത്തെടുക്കുകയാണ്. ഇവിടെ കിക്ക് ബോക്സിംഗിന്റെ ഇത് വല്ലതും കൊടുക്കുന്നുണ്ടോ? ക്ലാസ്സസ് വല്ലതും ഉണ്ടോ? ഇവിടെ ഇല്ല, ഇവിടെ നമ്മളുള്ള ടാറ്റു. റോഗിന്റെ സത്യത്തിൽ എന്താ ബിസിനസ്? ഇത് തന്നെയാണ്, ഇത് മാത്രമാണോ ബിസിനസ്? ഇതാണ് മെയിൻ, ഇതാണ് ഇക്കയുടെ മെയിൻ ഒരു ഇത്. പിന്നെ ബാക്കി കൂടുതല് നമുക്ക് എനിക്കറിയില്ല. ഇതാണ് ഇക്കയുടെ. ഞാൻ വന്നപ്പോ തൊട്ട് ഇവിടെ തന്നെ. ഞാനൊരു 6 വർഷം മുമ്പാണ് ഇത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഇപ്പൊ തൊട്ടേക്ക് ഈ സ്റ്റുഡിയോയിലാണ് മെയിനായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ വന്നപ്പോ തൊട്ട് പിന്നെ ഈ സ്റ്റുഡിയോയിൽ തന്നെ ഞാൻ പിന്നെ കണ്ടിട്ടുള്ളൂ. പുറത്ത് വേറെ ബിസിനസ് ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും കൂടുതൽ ഇപ്പൊ രാവിലെ എല്ലാ ദിവസവും മുടങ്ങാതെ വരും. ഈ ബിഗ് ബോസ് ഇപ്പൊ ഡേയ്സ് മാത്രമേ ഇവിടെ ഇല്ലായിരുന്നുള്ളൂ, ബാക്കി എല്ലാ ഡേയ്സും വരും. അല്ല, ഞാൻ എന്റെ 13 ടാറ്റു ഉണ്ട്. 13 ടാറ്റു. ഇത് ബനിയൻ പറഞ്ഞ ബാക്കിലുണ്ട്. ഇതൊരു ജാപ്പനീസ് ടൈപ്പ് ആണ്, 2 പാക്ക്. പിന്നെ തലയിലുണ്ട്, അതിപ്പോ മുടി ആയതുകൊണ്ട് കാണാൻ പറ്റാത്തത് ഈ ഒരു സൈഡ്. അത് ഞാൻ മുട്ട അടിച്ചായിരുന്നു. ടാറ്റു പോകത്തില്ല, ടാറ്റു ഞാൻ സൈഡ് എടുക്കുമ്പോ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെയുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരെണ്ണം ചെയ്തത് ഈ മിനിഞ്ഞാന്നായിരുന്നു. മാം പോകുന്നതിൻ്റെ അന്ന് ഒരു മണ്ഡല അവർക്ക്
ഇതൊക്കെ ആരാ ചെയ്തത്? സ്വന്തമായിട്ടാണോ ചെയ്തത് അതോ അല്ല നമുക്ക് ഇവിടെ ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്? നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെ അങ്ങോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പൊ അതിപ്പോ ഹീലിംഗ് ഇപ്പൊ ഡ്രൈ ആക്കാൻ വെച്ചിരിക്കുകയാണ്, ക്രീമെല്ലാം ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ. നമ്മളിപ്പം ടാറ്റു ചെയ്യുന്ന സമയത്തെ നമ്മുടെ ബോഡി പാർട്സിൽ പല സ്ഥലങ്ങളിലും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് ടാറ്റു. അങ്ങനെ ഏതൊക്കെ ഭാഗങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തത്? അത് നമുക്കൊരു ഡിസൈൻ അനുസരിച്ചിരിക്കും. ഇപ്പൊ നമുക്കൊരു ചെറിയൊരു ക്രൗൺ, ചിലവർ ക്രൗൺ ചെയ്യാൻ വരും. ആ ക്രൗൺ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ ചിലവർ ചെയ്യാൻ വരും. അപ്പോൾ ആ ചെറിയ ടാറ്റു നമ്മൾ ഇത്ര സ്പേസിൽ ചെയ്യുമ്പോൾ ബാക്കി സ്പേസ് വെറുതെ വേസ്റ്റ് ആയി പോകും. കാരണം അവർക്ക് പിന്നെ ഫ്യൂച്ചറിൽ വേറൊരു വലിയ ടാറ്റു ചെയ്യണമെന്ന് ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. അതേപോലെ കവറപ്പിന് ഒരു നമ്മുടെ ഇഷ്ടത്തിനുള്ള ഡാർക്ക് ഡിസൈൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവരുടെ ഇഷ്ടം ചെയ്യാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഡിസൈൻ കൊണ്ടുവന്നു, ആ ഡിസൈൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പൊ കാലിഗ്രാഫി റൈറ്റിംഗ് ഒക്കെയാണ് ചേച്ചി ചെയ്ത പോലെ ഈ സൈഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുവാണെങ്കിൽ, ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് സൈഡും വെറുതെ എം ടി ആയി പോകും. നമുക്ക് പിന്നെ വേറെ ഡിസൈൻ മാച്ചിങ് നമുക്ക് ചെയ്യാൻ പാടായിരിക്കും, കിട്ടാൻ ചാൻസ് കുറവാണ്. അത് നമ്മൾ ഓരോ ഡിസൈനും ഓരോ ഏരിയയിൽ ചെയ്യണമെന്ന് പറയും. ഓക്കെ. ഇപ്പൊ നമ്മളിപ്പം ടാറ്റൂല് തന്നെ നമ്മൾ കളേഴ്സ് ആഡ് ചെയ്യുന്ന ടാറ്റൂസ് ഉണ്ടല്ലോ. നോർമലി ഈ ഗ്രീൻ ഇങ്ക് അല്ലാണ്ട്, ഗ്രീൻ ഓർ ബ്ലൂ, ബ്ലാക്ക്. ഓക്കെ ഫൈൻ. ഓക്കെ. ഈ ബ്ലാക്ക് ഇങ്ക് അല്ലാണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീൻ ടൈപ്പ് ഓഫ് ഷെയ്ഡ് അല്ലേ വരുന്നത്? ഇപ്പൊ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ എന്റെ ഒക്കെ പ്യുവർ ബ്ലാക്ക് തന്നെ. ഇതുണ്ടോ, ഇതെല്ലാം പ്യുവർ ബ്ലാക്ക് തന്നെ. ഇതെന്ന് വെച്ചാൽ ട്രിപ്പിൾ ഇങ്ക് ആണ്, നമ്മുടെ ക്വാണ്ടം ഇങ്ക് എന്ന് പറയും. അപ്പോൾ ആ ഇങ്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വേഗൻ ഇങ്ക, വെജിറ്റേറിയൻ കണ്ടന്റും ഇതെല്ലാം ഉള്ളതാണ്. അപ്പോൾ കെമിക്കൽ ഫ്രീ ഇങ്ക അത്. അപ്പൊ അതിപ്പോ പ്യുവർ ബ്ലാക്ക് തന്നെ, ഹീലാകുമ്പോഴും പ്യുവർ ബ്ലാക്ക് തന്നെ. ഇപ്പൊ പണ്ടത്തേക്കാണ് നമുക്ക് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് വരും. ഇത് പണ്ട് എപ്പോഴും ഞാൻ ചെയ്തത് 10ാം ക്ലാസ് പഠിക്കും. ഇതിനൊരു ഗ്രീൻ ഷെയ്ഡ് അല്ലേ, അപ്പൊ അതിന് ഗ്രീൻ ഷെയ്ഡ് വരും. ഇത് പ്യുവർ ബ്ലാക്ക് തന്നെ. അപ്പൊ നമ്മൾ ഈ ഒരു ടാറ്റു ഉണ്ടല്ലോ, ഈ കളേഴ്സ്, ഈ ഒരു കളർ, ഇത് എക്സ്ട്രാ കളർ ആഡ് ചെയ്യുന്ന ടാറ്റു അല്ലേ? ഇത് നമ്മൾ കളർ ആഡ് ചെയ്യുന്നത് എക്സ്ട്രാ. അപ്പം ഈ നോർമലി നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ടാറ്റു റിമൂവ് ചെയ്യുന്ന സമയത്താണെങ്കിലും അത് റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് കളറിന് തിക്നെസ് കൂടുതലാണ്. ബ്ലാക്കിനേലും എല്ലാ കളറിനും, ബ്ലാക്ക് ഒഴികെ ബാക്കി എല്ലാ കളറിനും തിക്നെസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ അത്രയും ഡെപ്തിൽ വേണം നമ്മളെല്ലാം. ഇപ്പൊ കളർ ചെയ്യുമ്പോഴാണേലും ബ്ലാക്കിനേലും കൂടുതൽ നമ്മൾ പാക്കിങ് ചെയ്യണം. നമ്മൾ കുറെ ചെയ്താലേ നമുക്ക് കളർ അവിടെ ആപ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമ്മള് ഇപ്പൊ ലേസർ ചെയ്യുവാണേലും നമ്മൾ അതിനനുസരിച്ച് കുറെ ഡെപ്തിൽ ഇറക്കി വേണം ചെയ്യും. ബ്ലാക്ക് എളുപ്പം പോകും, പക്ഷെ കളർ നമ്മൾ കുറച്ച് ടഫാണ്. ഒറ്റ സിറ്റിങ്ങിൽ എന്തായാലും പറ്റത്തില്ല, ഒരു 3 സിറ്റിംഗ് എങ്കിലും വേണ്ടി വരും. നമുക്ക് ഈ എക്യുപ്മെന്റ്സ് ഒന്ന് കാണിച്ചു. ഇങ്ങനെ തിരികോ, അത് ഞാൻ ആർട്ടിസ്റ്റിനെ വിളിക്കട്ടെ, അത് ചെയ്യുന്ന. അത് വേറെ ആളാണോ ചെയ്യാ? നമുക്ക് ഓരോരോ ആൾക്കാരുണ്ട്, സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. പിയസിങ്ങിനും ലിപ്പും ഐബ്രോ ഒരാളാണ് ചെയ്യുന്നത്. ഒരാളാണ് ചെയ്യുന്നത്. ഞാൻ ടാറ്റു അത്ര ചെയ്യുന്നുള്ളൂ. നമ്മളിപ്പം ടാറ്റു ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതിനോട് പീസിങ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ടാവാറുണ്ട് പലർക്കും. കാരണം നമ്മളിപ്പം കുറെ യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ തന്നെ അങ്ങനെ ഇപ്പം ഇൻഫെക്റ്റഡ് ആയിട്ട് അത് റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് പേഴ്സണലായിട്ട് പലരുടെ അഭിപ്രായങ്ങളും നമുക്ക് വരാറുണ്ട്. പീസിങ് ചെയ്യുമ്പോഴത്തേക്കും ഇൻഫെക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാറുള്ളത്? ഒന്ന് എന്ന് വെച്ചാൽ നമ്മള് കറക്റ്റ് മൂവ് ആക്കാതിരിക്കുക. ഡെയിലി നമ്മൾ ചെയ്തൊരു 21 days നമ്മളത് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഹീലിങ്ങിൻ്റെ ഇത് ലേറ്റ് ആവും. നമ്മളൊരു 21 days നമ്മൾ മാക്സിമം നമ്മൾ ഇടുന്ന ജുവലറി തന്നെ കണ്ടിന്യൂസ് ഇടണം 21 days. നമുക്ക് പിയേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ 21 days ആണ് ഹീലിംഗ് ചെയ്യാനുള്ള ഒരു സ്റ്റേജ്. ആ സ്റ്റേജിൽ നമ്മൾ ജുവലറി മാറ്റുകയോ തിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഹീലിംഗ് ടൈം കൂടും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് പിങ്ക് സോൾട്ട് എന്ന് പറയുന്ന സോൾട്ട് ഉണ്ട്. ആ സോൾട്ട് വെച്ച് അത് ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ 2 സൈഡും ടച്ച് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുറിവ് കാര്യങ്ങളൊക്കെ ഹീലാകാൻ വേണ്ടിയുള്ളത്. നമ്മൾ സാധാരണ നോർമൽ വാട്ടറൊക്കെ ആകുമ്പോൾ അത് ഹീലിംഗ് പിന്നെ അത് ലേറ്റാകും, നമുക്ക് അവിടെ സ്റ്റക്കായിരിക്കും. ഇപ്പം നമ്മൾ ആ ഹീറ്റുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു നോസ് അടച്ചിട്ട് നമ്മൾ പ്രഷർ കൊടുത്ത് ശ്വാസം വിടുമ്പോൾ അതെല്ലാം ക്ലീനായി പൊക്കോളും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ ഇഷ്യൂസ് കാരണം ആണ് ഇങ്ങനെ നമുക്ക് ഓരോ ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നത്. മെയിനായിട്ട് ഈ ഒരു ഏരിയയിലാണ് വരുന്നത്.
ഈ ഒരു ഏരിയയിലാണ് പിന്നെ വരുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഈ താടിയുടെ ഈ ചുണ്ടിന്റെ താഴെയായിട്ട് പിന്നെ മൂക്കിന്റെ ഈ സെപ്റ്റം, അവിടെ ആയിട്ട് പിന്നെ ഈവൻ നേവൽ ബേസ്, നേവൽ ബേസിൽ ഉൾപ്പെടെ ചെയ്യുന്നതുണ്ട്. അപ്പൊ ഇതൊക്കെ സേഫ് ആണോ സത്യത്തിൽ? സേഫ് ആണ് അത്. പിന്നെ നമ്മൾ അതേപോലെ നമ്മൾ എല്ലാ ഈ ഒരു 21 days നമ്മളൊന്ന് കറക്റ്റ് ഹീലിംഗ് കിട്ടുന്നവരെ നമ്മളൊന്ന് കെയർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സേഫ് ആണ്, അത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ തന്നെ കുറെ പേര് ഇവിടെ ഓഫീസിലുള്ളവരാണ് എന്റെ സെപ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു ഇത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കാരണം ഞാൻ ഇതൊന്ന് മാറ്റി തന്നെയാണ്. ഹോളുണ്ട്, ഇപ്പോഴും ഹോളുണ്ട് അവിടെ. ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഹീലായി കഴിഞ്ഞാൽ ഇത് ഹീലായി, രണ്ട് ഹീലായി. ഞാൻ ഓരോരോ സ്ഥലത്ത് പോകുമ്പോ ജുവലറി ചേഞ്ച് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി എന്തായാലും ക്ലാസ്സും കൂടി ഒന്ന് കാണാം അല്ലേ? ഓക്കെ, ഇത് കണ്ടോ, ഈ ഒരു ഇങ്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. നമ്മള് എല്ലാം നമ്മൾ കവർ, കാരണം നമ്മളിപ്പോ എല്ലാരും എടുക്കുന്ന ഒരു ഇങ്കാണ്. അപ്പൊ അവര് ഗ്ലൗസ് ഇട്ടിട്ടായിരിക്കും ഇങ്ക് എടുക്കുന്നത്. പക്ഷെ എല്ലാരും എടുക്കുമ്പോഴും ചെറിയൊരു ഇങ്ക് ഇതിനകത്ത് വന്നാലും നമ്മുടെ കയ്യിൽ അത് സ്പ്രെഡ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്നത്. എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതിലാണേലും നമ്മൾ ഇത് കണ്ടോ ക്ലീൻ ട്രാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ചെയ്യും. പിന്നെ ഇത് നമ്മൾ ടാറ്റു, ഇപ്പൊ ഇവിടെ ഒരു ടാറ്റു ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവർ പോകുന്നതിന് മുമ്പ് 2 hour ആണ് അവർ വീട്ടിലെത്തുന്നതെങ്കിൽ ഇത് വെച്ചായിരിക്കും റാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. 2 hour കൂടുമെങ്കിൽ നമ്മളൊരു ബെഡ് പാഡ് ഉണ്ട്, ആ ബെഡ് പാഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം 3 hour 4 hour അവർക്ക് ട്രാവലിംഗ് ഉണ്ടെങ്കിൽ പ്ലാസ്മാസ് ഇതിൽ സ്റ്റക്ക് ആയിരിക്കും. ഒരു 3 hour കഴിയുമ്പോൾ ഡ്രൈ ആയിട്ട് ഇതിൽ ഒട്ടിയിരിക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാൻ ചെറിയ പാടായിരിക്കും. അതായിരിക്കും നമ്മൾ ബെഡ് പാഡ് വെച്ച് കൊടുക്കുന്നത്. 2 hour ആണെങ്കിൽ ഇത് മതി, ഈ ഒരു ക്ലീൻ ട്രാപ്പ് മതി. അത് നമ്മൾ ഇവർക്ക് ട്രെയിനിങ്ങിന് കൊടുക്കുന്ന നീഡിൽസ് ആണ്. അത് ഇതെല്ലാം നമ്മുടെ നീഡില്. ഇതിനുള്ളില് ഇതുണ്ട്, ഇതിങ്ങനെ ആക്കോ? ഓക്കെ, ഇങ്ങനെ ആക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഇത് മിഷനിലാകുമ്പോ നല്ല സ്പീഡ് വരും. വലുതായിട്ട് ഒരുപാട്, അതായത് വലിയ ടാറ്റു ഒക്കെ അടിക്കുമല്ലോ, ആ സമയത്ത് വലിയ നീഡിലാണോ വെക്കുക? ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി 21 നീഡിലുള്ള എടുക്കും, 27 അത്രയുള്ള നീഡിലൊക്കെ വരും. ഇതവർക്ക് ട്രെയിനിങ്ങിന് കൊടുക്കുന്ന കളേഴ്സ് ആണ്. അല്ല, ലിപ്പിനും നമുക്ക് ഫേസിലോട്ട് വരുമ്പോ നമ്മുടെ ബ്ലാക്കിംഗ് ആണേലും മാറും. നമ്മുടെ ഫേസിൽ വരുന്ന സ്കിന്ന് വേറെ ടോൺ. അപ്പൊ നമ്മള് ഫേസിലെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഇവനൊരു ബ്യൂട്ടി സ്പോട്ട് ഇടുന്നത് ഒരു ഇങ്ക് ആണേലും അത് വേറെ ഇങ്കാണ്. നമ്മളിത് ബോഡി എന്ന് വെച്ചാൽ നെക്കിന് താഴത്തോട്ട് ഈ ഒരു ഫേസിന്റെ ഈ ഒരു റൗണ്ട് ഒഴിച്ച് ബാക്കിയെല്ലാം ചെയ്യുന്നതാണ് ആ ഇങ്കല്ല. നമ്മളിവിടെ വന്ന സമയത്ത് എല്ലാം കണ്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമ്മള് ടച്ച് ഓഫ് ഇങ്ക് എന്ന് പറയുന്ന അത്, അതായത് അതെ, ആ ഒരു പേര് നമ്മുടെ എന്താ പറയാ ബ്രാൻഡിന്റെ ആ ഒരു നെയിം ബുള്ളിനകത്താണ്. അതെന്താണ് ബുള്ളിനകത്ത്? അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പവർ അതുകൊണ്ടാണോ? പവറാണ്, അതുകൊണ്ടാണ് ബുള്ള് എല്ലാം ഇട്ടിരിക്കുന്നത്. എല്ലായിടത്തും ബുള്ള് തന്നെ. അതെ, എവിടെ നോക്കിയാലും ബുള്ളാണ്. ബുള്ള് കണക്കാണ് സ്വഭാവം. ആള് പാവാണ്, പക്ഷെ ഇങ്ങോട്ട് ഞാൻ പറയില്ല, ഇങ്ങോട്ട് നിക്കുന്ന രീതി അങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നത്. ബിഗ് ബോസിനകത്ത് പിള്ളായിരുന്നു, അത് ഉറപ്പാ. ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ ബിഗ് ബോസ് കണ്ടായിരുന്നോ? ബിഗ് ബോസ് കണ്ടിട്ട് എന്താ പറഞ്ഞത് റോക്കിന്റെ ആ ഒരു മൊത്തത്തിലുള്ള റോക്കിയെ പറ്റിയിട്ട്? അടിപൊളിയാണെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്നുള്ള ഒരു ഇതിലായതുകൊണ്ട് എല്ലാരും ചോദിച്ചു അത് ഇങ്ങനെ ആയിപ്പോയെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എല്ലായിടത്തും പറയാം, പെട്ടെന്നുള്ള സിറ്റുവേഷനിൽ അങ്ങനെ ആയിപ്പോയതാന്ന്. അതെ അല്ലേ? ഓക്കെ, അപ്പോൾ ബിഗ് ബോസിൽ ഇനിയിപ്പം റോക്കിക്ക് മുൻപ് റോക്കിക്ക് ശേഷം അങ്ങനെ ഒരു സംഭവം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം റോക്കി ഉണ്ടായിരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, റോക്കി ഉണ്ടായതിന് ശേഷം എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ, അതിനെപ്പറ്റി അതൊക്കെ കേട്ടായിരുന്നോ? അങ്ങനത്തെ ന്യൂസ് ഞാൻ പറയില്ല. ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതൽ ഇതെല്ലാം ഒന്ന് അറിയുന്നത്. അല്ല, ഞാൻ ബിഗ് ബോസ് പൂർണ്ണമായിട്ട് ഒരു എപ്പിസോഡ് മൊത്തം ഇരുന്ന് കാണാറില്ല. ഞാൻ എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീലും കാര്യങ്ങളും അതും ഇതെല്ലാം നോക്കി അപ്ഡേറ്റ് ആകുന്നതേ ഉള്ളൂ ഈ ഒരു കാര്യത്തില്. അപ്പൊ നമ്മുടെ ടച്ച് ഓഫ് ഇങ്കിന്റെ പഠനശാലയാണ് ഇതല്ലേ? പഠനശാല. ഓക്കെ, അപ്പൊ നമ്മുടെ ടച്ച് ഓഫ് ഇങ്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വിജയ് ആണ് നമുക്ക് പറഞ്ഞത്. നമ്മുടെ കൂടെ മൊത്തം ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, കൂടെ നിന്ന് എല്ലാം നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ടച്ച് ഓഫ് ഇങ്ക് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. വിജയും നെക്സ്റ്റ് ടൈം
നെക്സ്റ്റ് ടൈം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കാണണം. ഞങ്ങൾ ഇനി ഒരു തവണയും കൂടി വരും, നമ്മൾ ഒരു ടാറ്റു ചെയ്യും. ചെയ്യണം, രണ്ടുപേരും ചെയ്യണം. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. എപ്പോഴും ഉണ്ട്, എപ്പോഴും ഇവിടെ ഡിസ്കൗണ്ട് ഉണ്ട്, വന്നാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ടച്ച് ഓഫ് ഇങ്കിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ റോക്കിയെ പറ്റിയിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു മനസ്സിലാക്കി. ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള റോക്കി അല്ല, പുറത്ത് ഒരുപാട് സ്നേഹനിധിയായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകരോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും എല്ലാം വളരെ കൂളായിട്ട് അവരെല്ലാവരും ഹാൻഡിൽ ചെയ്യുന്ന റോക്കിയാണ് യഥാർത്ഥ ജീവിതത്തിലെ റോക്കി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. എന്തായാലും റോക്കിയെ നമ്മൾ ഒരിക്കൽ കൂടി നേരിട്ട് കാണുന്നതായിരിക്കും. അത്രേ ഉള്ളൂ.